ഓൾ അസ്സലാമു അലൈക്കും. മാക്കസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്: വലിയ ജീരകം, ജാതിപത്രി, ഗ്രാമ്പു, തക്കോലം, കറുകപ്പട്ട, ഏലക്കായ. അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ്: 3 തക്കാളി, 4 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തത്. ഇനി അടികട്ടിയുള്ളൊരു പാത്രമെടുത്ത് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്നും പകുതി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ തീ കുറച്ച് കൊടുക്കാം. അതിൽ നിന്നും ഈ ഒരു കളറിലേക്ക് നല്ല ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിൽ നിന്നും അത് കോരി മാറ്റാവുന്നതാണ്. ഇനി അതേ എണ്ണയിൽ തന്നെ മുന്തിരി ഇട്ട് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും 4-5 കയ്യിൽ എണ്ണ മാറ്റിക്കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഈ മാറ്റുന്ന എണ്ണ നമ്മൾ അരി വേവിക്കുമ്പോൾ അതിലേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച സ്പൈസസിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും ഇതിലേക്ക് ചേർത്ത് വഴറ്റുക. നമുക്ക് പിന്നെ ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് കഴിഞ്ഞ് ഇത് തുറന്ന് നല്ലപോലെ ഇളക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്ക് 2-3 പ്രാവശ്യം തുടരാം. കാരണം ഇത് വേവുന്നത് വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഉള്ളി തക്കാളി നല്ലപോലെ വെന്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് നോക്കി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനോടൊപ്പം തന്നെ 1 കപ്പ് തൈരും ഇതിലേക്ക് ചേർക്കുക. ഇത് രണ്ടും നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 പിടി കരിവേപ്പില ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരി വേവിക്കാവുന്നതാണ്. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച നേരത്തെ ഇട്ടതിൻ്റെ പകുതി സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ഉള്ളിൽ നിന്നും പകുതി ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അതുപോലെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഇത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീൻ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ചെമ്മീനിലെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ചെമ്മീൻ നന്നായിട്ട് വേവണം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്കിട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. കുക്കറിൽ 1 വിസിലടിക്കുമ്പോൾ തന്നെ ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് ദമ്മിടാം. അതിന് നമ്മൾ ചെമ്മീൻ്റെ മുകളിൽ പകുതി ചോറിടുക. അതായത് നമ്മൾ വേവിച്ച ചോറിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇടുക.
അതിനുശേഷം കുറച്ച് 2-1 ടേബിൾ സ്പൂൺ നെയ്യ് തൂവി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചോറിടുക. ബാക്കിയുള്ള ചോറൊക്കെ ഇതിൻ്റെ മുകളിലിടാം. അതിനുശേഷം വീണ്ടും ഫ്രൈ ചെയ്ത് ഉള്ളി ഇടുക. പിന്നെയും നെയ്യ് തൂവി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് 15 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇത് ദം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഷെയറും ചെയ്യുക.